ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. രാവിലെ നീച്ചതും കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും കറക്റ്റായിട്ട് രാവിലെ നീച്ചതും വെള്ളം കുടിക്കാറൊന്നുമില്ല. പിന്നെ ഇന്നവിടെ കണ്ടപ്പോൾ എടുത്ത് കുടിച്ചു. ഇനിയുള്ളത് രാവിലെ നമ്മൾ നീച്ചതും ചെയ്യുന്നൊരു കാര്യം ബ്രഷിംഗ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കിൻ കെയറിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൺസിൻ്റെ ഈ ഒരു ബ്രൈറ്റ് ബ്യൂട്ടീൻ്റെ ഫേസ് വാഷാണ് കേട്ടോ. ഇത് തേച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നെസ് കിട്ടണമല്ലോ എനിക്ക് തോന്നാറുണ്ട്. സോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ശരിക്കുള്ള സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഞാൻ കുറേ ആയി ഈ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കണു. അങ്ങനെ ഞാൻ ഡോട്ട് ആൻഡ് കീൻ്റെ ഈ കോംബോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി വാങ്ങിയപ്പോൾ സ്ട്രോബെറി ഫ്ലേവറിലുള്ള നയാസിനമേറ്റ് മോയ്സ്ചറൈസർ എനിക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. സംഭവം അതൊരു കുഞ്ഞതാണ്. പിന്നെ ഇപ്പോഴത്തെ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഫേസ് റോളറിൻ്റെ കോംബോ കൂടി മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് യൂസ്ഫുൾ ആണോ എന്ന് ഞാൻ ഇതുവരെ നേരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി നമുക്ക് താഴെ പോയി ചായയൊക്കെ കുടിച്ചിട്ട് അടുത്ത പണികളിലേക്ക് കടക്കാം. തന്നെ മുറ്റടിക്കാൻ നല്ലതാണ്. ഞാൻ എപ്പോഴും ഈ ഒരു സൈഡ് അടിക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. ബിക്കോസ് ആ ഒരു സൈഡൊന്നും അടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനല്ലാതെ അടിക്കാറ്. താത്തയാണ് കൂടുതലായിട്ടും ആ ഒരു സൈഡൊക്കെ അടിക്കാറുള്ളത്. അടിച്ചു വരേണ്ട സ്ഥലങ്ങളും അതേപോലെ തന്നെ ചെയ്യേണ്ട പണികളൊക്കെ ഞങ്ങളിങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന പണികൾ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള പണികളും ഈ വീട്ടിൽ നടക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു സൈഡ് ചൂസ് ചെയ്യാൻ കാരണം ഈ സൈഡ് കുഞ്ഞതാണ്, അപ്പുറത്തെ സൈഡൊക്കെ നല്ലോണം അടിക്കാനുണ്ട്. ഞാൻ പിന്നെ വീട്ടിലത്തെ ചെറിയ കുട്ടി ഏതാണ്ട് ഏറ്റവും കുറച്ച് പണി ഏതാണെന്നൊക്കെ നോക്കി കണ്ടൊക്കെയാണ് ഞാൻ ചൂസ് ചെയ്യാറുള്ളത്. പിന്നെയും ഒരു ചായ കുടിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പണി എന്ന് പറയുന്നത് ഉള്ളടിച്ചു വരിക എന്നുള്ളതാണ്. പിന്നെ തുടക്കൽ ഇന്ന് താത്താൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഇതും ഞാൻ ഏറ്റവും കുറവ് പണി ഏതാണോ എന്നൊക്കെ നോക്കിയിട്ടുള്ളൂ ചെയ്യാറ്. കുറവ് പണി മീൻസ് ഒതുക്കി വെക്കാൻ കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഞാൻ തുടച്ചോളാന്ന്. അതല്ല ഒതുക്കി വെക്കലും അടിച്ചോരലും ഒക്കെ കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യും ഗൈസ്. പിന്നെ ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയാം. കുറച്ച് കാലമായിട്ട് ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാറില്ല. കാരണം ഒന്നാമത്തത് താത്താൻ്റെ ഡെലിവറി കഴിഞ്ഞ് കുട്ടിയൊക്കെ ഉണ്ടായി ഒരു 5 ദിവസം അവർ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം ഞാനിവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വലിയ മൂഡുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അവർ വന്നപ്പോഴേക്കും പിന്നെ എനിക്ക് പനി, ജലദോഷം, ചുമ അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും വന്ന് അങ്ങനെ കുറേ ദിവസം പോയി. അത് കഴിഞ്ഞ് എൻ്റെ അസുഖം കഴിഞ്ഞതും കുട്ടിക്ക് അസുഖം വന്ന് കുട്ടി ഹോസ്പിറ്റലിലായിട്ട് ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. അങ്ങനെയും പോയി. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ വന്നപ്പോഴേക്കും എനിക്ക് 5th സെം എക്സാം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയത്. ഞാനാണെങ്കിൽ ഒന്ന് വീഡിയോസ് ഇട്ട് തുടങ്ങുകയാണെങ്കിൽ ആദ്യം മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കറക്റ്റായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇതുവരെ ഞാൻ ഒന്നും ചെയ്യാതിരുന്നത്. കാരണം ഇടയിൽ വെറുതെ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ വീഡിയോസ് അങ്ങനെ ഇടാത്തതുകൊണ്ട് എൻ്റെ ചാനലിൽ വ്യൂ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. അതായത് ഞാൻ എത്ര വീഡിയോസ് കഷ്ടപ്പെട്ടിട്ടാലും എനിക്ക് വ്യൂസ് ഒന്നും കയറില്ല. അതുകൊണ്ട് ഇടുമ്പോൾ നല്ലോണം കറക്റ്റായിട്ട് കുറേ വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടാലുള്ളൂ ആ വ്യൂ ഡ്രോപ്പ് മാറുള്ളൂ. അതിന് എൻ്റെ ഈ തിരക്കുകളൊക്കെ മാറിയാലുള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ തിരക്കുകളുടെ ഇടയിലൊക്കെ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ഇടും എന്നെനിക്കൊരു ഉറപ്പ് വരുന്ന സമയത്തേ ഞാൻ ഇട്ട് തുടങ്ങുള്ളൂ എന്നുള്ളത് വെച്ചിട്ടാണ് ഇത്രയും ദിവസം ഞാൻ ലാഗാക്കിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2-3-4 സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് ഇനി സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നു. ഗൈസ്, ഈ ഒരു റൂം ഞാൻ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാക്കാത്ത റൂമാണ്. കാരണം ഈ ഒരു മെഷീൻ്റെ മുകളിൽ നമ്മൾ ഈ കണ്ട സാധനങ്ങൾ മൊത്തം വെക്കും. എല്ലാ വീട്ടിലും ഉണ്ടാവും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഭാരം താങ്ങണ സാധനം. ഒന്നില്ലെങ്കിൽ വല്ല ചെയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടേബിളൊക്കെ ആയിരിക്കും. എന്ത് സാധനം ഉണ്ടെങ്കിലും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ വൃത്തിയാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നാളെ നോക്കുമ്പോൾ ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് അവിടെ വൃത്തിയേടാക്കണത് ഞാൻ തന്നെയാണ്. അതിൽ പകുതി മുക്കാൽ സാധനങ്ങളും എൻ്റെ തന്നെ ആയിരുന്നു. അതിനോടുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ മടക്കി. ഇത് ഞാൻ മീഷോന്ന് 230 രൂപ കൊടുത്തിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ടോട്ട് ബാഗാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോവാം. സോ ടുഡേ വി ആർ ഗോയിങ് ടു മേക്ക് ദോശ. ദോശയല്ല, അപ്പം.
ഈ ദോശയും അപ്പമൊക്കെ ഒരേപോലെ അല്ലേ? ദെൻ വൈ അവരുടെ പേരിങ്ങനെ മാറ്റാനുള്ള കാരണം? എന്തേലും ആവട്ടെ. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശയല്ല, അപ്പം ഉണ്ടാക്കാം. ഈ ദോശയൊന്നും വീട്ടിൽ രാവിലെ എല്ലാവർക്കും പാടെ ഉണ്ടാക്കി വെക്കുകയൊന്നുമില്ല കേട്ടോ. ഇത് അപ്പോൾ ചുട്ട് കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ കഴിക്കേണ്ട സമയത്ത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒറ്റക്ക് ഉണ്ടാക്കി കഴിക്കേണ്ടി വരും. എനിക്ക് പിന്നെ വിശപ്പിൻ്റെ വിളി വരണമെങ്കിൽ ഒരു 10-10:30 ആവണം. അതുവരെ എനിക്ക് ഫുഡ് കഴിക്കാതെ അങ്ങനെ നടക്കണതാണ് ഇഷ്ടം. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാനൊരു 5-6 ചായയെങ്കിലും കുടിച്ചിട്ടുണ്ടാവും കേട്ടോ. ബട്ട് അതിനെനിക്ക് എല്ലാവരുടെയും ചീത്തയും കേൾക്കാറുണ്ട്. എന്താണെന്നറിയില്ല, അത് ശീലമായിപ്പോയി. ഇന്ന് ഞാനൊരു വെറൈറ്റി അപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ലൈക്ക് എ ഫ്ലവർ. ബട്ട് അതെന്തായാലും കരിഞ്ഞ് കൊളായി പോയിട്ടുണ്ട്. സോ നമുക്ക് ഉണ്ടാക്കിയ മീൻകറിയും കൂട്ടി അപ്പം കഴിക്കാം. അത് കഴിഞ്ഞ് ഞാനൊരു ഹെൽത്തി പൗഡർ കഴിച്ചിട്ടുണ്ട് കേട്ടോ. താത്ത ഡെലിവറി കഴിഞ്ഞ് കിടക്കണോണ്ട് അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പൗഡറാണ്. ഇതിൽ ഫുള്ള് നട്ട്സ് ആണ് കേട്ടോ. നട്ട്സ് എല്ലാം കൂടി ഉണക്കി പൊടിച്ചിട്ടുള്ള അങ്ങനെ എന്തോ ഒരു സാധനമാണ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, ലൈക്ക് അമൃതം പൊടി. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മോർണിംഗ് റൊട്ടീൻ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു പണിയും കൂടി ബാക്കിയുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൽ നിറച്ച് പട്ടികൾ കയറി കടന്ന് ആകെ വൃത്തികേടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. സിറ്റ് ഔട്ടിൽ മാത്രമല്ല, ബെഞ്ചിൽ വരെ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നേരെ ക്ലീൻ ആക്കാം കേട്ടോ. ഇത് ഓരോ പ്രാവശ്യം പട്ടികൾ കയറി ഇറങ്ങുമ്പോഴും ഇതേപോലെ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കാറുണ്ട്. ആദ്യമൊക്കെ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കുപ്പിവെള്ളം നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ മുമ്പിൽ വെക്കാറുണ്ടായിരുന്നു. അതൊന്നും വർക്ക് ആവണില്ല. ഇപ്പോൾ പിന്നെയും ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പണിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോർണിംഗ് റൊട്ടീൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ഇങ്ങനത്തെ ക്ലീനിങ് വീഡിയോസും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.